നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓൾ കേരള ട്രിപ്പിൽ നമ്മുടെ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഫാമിലി ആയിട്ട് വരുന്നുണ്ടെന്ന്. അതെ, ഞങ്ങൾ ഫാമിലി ആയിട്ട് ഈ ഒരു ബസ്സിലാണ് വന്നത്, ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഇൻട്രോ എടുക്കാറിട്ട് ഇപ്പോൾ നമ്മുടെ ബസ്സിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴ ഹൗസ് ബോട്ടിംഗ് ആണെന്ന് ഫാമിലി ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നിരുന്നു. ഇപ്രാവശ്യം അതേപോലെ എല്ലാവരും ഒന്നിച്ച് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, 25 പേര് ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള 25 പേരുണ്ട്. അപ്പോൾ സുമീൻ്റെ വീട്ടിൽ നിന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നുണ്ട്, ചേച്ചീൻ്റെ വീട്ടിൽ നിന്നുണ്ട്, അങ്ങനെ എല്ലാവരും കൊച്ചച്ഛൻ്റെ വീട്ടിൽ കൊച്ചച്ഛന് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ കുറേ പേർക്ക് വരാൻ പറ്റാത്തതുണ്ട് കേട്ടോ. പല തിരക്കുകൾ കൊണ്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് പങ്കെടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഹൗസ് ബോട്ടിംഗ്, ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയോടൊപ്പമുള്ള യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ തന്നെ പാട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഒന്ന് ഡാൻസൊക്കെ കളിച്ചു. ഇപ്പോൾ അത് കുഞ്ഞാവി മായാൻ്റെയും കൂടെ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരുപാട് വലിയ ബസ്സല്ല, എന്നാൽ കുറച്ച് വലുപ്പമുള്ള അത്യാവശ്യം 25 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു ബസ്സിലാട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി യാത്രയായിരുന്നു. കുറേ ഡാൻസൊക്കെ കളിച്ച് പിന്നെ നമ്മൾ വഴിയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തി. അതിനുശേഷം നേരെ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ആലപ്പുഴ എത്താനായപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ വഴിയല്ല, വഴീൻ്റെ 2 സൈഡ് മൊത്തം വെള്ളവും കുറേ തെങ്ങും കാണാൻ നല്ല അതിമനോഹരമായ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ നമ്മുടെ റോഡ് ട്രിപ്പിന് പോയ സമയത്ത്, ഓൾ കേരള ട്രിപ്പിന് പോയ സമയത്ത് ഇത് അത്രയ്ക്കധികം വെള്ളമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭംഗിയൊന്നും അന്നേരം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അറിയായിരുന്നു അത് വേറൊരു സൈഡാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ടുള്ള ആലപ്പുഴ ട്രിപ്പിൽ ഇത് ശരിക്കും നമ്മൾ ആലപ്പുഴ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്, സെയിം വിഷ്വൽസ് തന്നെയാണ് കേട്ടോ. അതായത് റോഡിൻ്റെ 2 സൈഡിലുള്ള വെള്ളവും തെങ്ങും ഒരുപാട് ചെമ്മീൻ കെട്ടോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുമല്ലോ, അങ്ങനെ എന്തൊക്കെയോ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ട്രിപ്പ് 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ട്രിപ്പ് തുടങ്ങിയത് രാവിലെയാണ്. അതായത് ഒരു ഏകദേശം 6 മണി 7 മണി ആ സമയത്താണ് നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ അവിടുന്ന് പോന്നു. പിന്നെ വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ, പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി. അതിനുശേഷം അതുപോലെ തന്നെ മറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല, കാരണം എല്ലാവരും ടയേർഡായിരുന്നു അത്രയും നേരം വണ്ടിയിൽ ഇരുന്നിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ ആലപ്പുഴ ഒരു ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ കൂടെ കുറേ പിള്ളേരുണ്ടല്ലോ, ചെറിയ കുഞ്ഞു കുഞ്ഞു പിള്ളേർ, എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബീച്ചിൽ വന്നേക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബീച്ചിൽ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ പോകാൻ പോകുന്നത് മായാൻ്റി, അരുണേട്ടൻ്റെ കൊച്ചച്ഛൻ്റെ വൈഫാണ് മായാൻ്റി. മായാൻ്റീനെ കല്യാണം കഴിച്ചത് ഇവിടെ കായംകുളത്ത് നിന്നാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഈവനിങ്ങിൽ മായാൻ്റീൻ്റെ വീട്ടിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ബീച്ചിൽ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ബീച്ച് അങ്ങോട്ട് വെള്ളത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ബീച്ചിൽ നിന്ന് പോരാനായപ്പോഴത്തേക്കിനും എല്ലാവരും വെള്ളത്തിൽ നനഞ്ഞിട്ടാണ് കേട്ടോ തിരികെ പോരാനായത്. അപ്പോൾ അത് എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്.
നമ്മൾ മീൻ തിരയുന്ന കാഴ്ച കാണാം. ലൈവ് ഫിഷ് മത്തി 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 ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അവിടെ ഒരു സാധനത്തിനുണ്ട് മൂന്നൊക്കെ. കടൽ കടിക്കുന്നു. വേണം നോക്ക്, പരീക്ഷിച്ച് നോക്ക്. ഒരു മീനി വലക്കണ്ണി പൊട്ടിക്കാതെ ഒന്ന് എടുത്ത് നോക്ക്. നാളെ ഒരു വള്ളംവരെ ഇടാമല്ലോ. ആ അത്രേ ഉള്ളു. നാളെ മീൻ പിടിക്കാൻ ജയിലിൽ പോയി കിടക്കും. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കും. മീൻ പൊട്ടിക്കുന്ന അതൊന്ന് പത്രം കഴിച്ചില്ലേ? ഇയാള് കഴിക്കുമ്പോഴേക്കും ഒരു അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഡേ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് രാവിലെ തന്നെ ഞാനും അച്ഛനും അമ്മയും വലിയമ്മയും കുഞ്ഞമ്മയും അച്ചമ്മയും അരുണേട്ടനും വിജയശേട്ടനും ഞങ്ങളിങ്ങനെ കുറച്ച് ടീം മാത്രം രാവിലെ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ പോയി, അതിനുശേഷം ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ പോയി കേട്ടോ. അപ്പോൾ ഇത് ചെട്ടിക്കുളം അമ്പലത്തിൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയത്. അപ്പം നട രാവിലത്തെ പൂജയ്ക്ക് നട അടയ്ക്കാനായെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി തൊഴുകട്ടെ ചെയ്തത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾ ഓച്ചിറ എത്തിയപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഓച്ചിറ അമ്പലത്തേക്ക് പോണതിന് മുന്നേ അപ്പുറത്തുള്ള ആ കുളത്തിൽ ഫുള്ളും ആമ്പലാണ് കേട്ടോ. എന്തോ ഭംഗിയാണെന്നറിയാൻ കാണാൻ. നല്ല പിങ്ക് കളറിലെ ആമ്പൽ ഫുള്ള് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി കുറച്ച് നേരം നിന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഓച്ചിറ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ ഇതേ ബോട്ടൊക്കെ നിർത്തിയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും മുന്നിലേക്ക് നടന്നു പോയിട്ടോ. ഒരുപാട് ബോട്ടുകളുണ്ട്. അതേ കൊച്ചച്ഛനൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നു. അപ്പം നമ്മുടെ ഫാമിലിയൊക്കെ അവിടെയാണ്. അവിടെയൊക്കെ എത്തിയിട്ട് കാണിച്ചു തരാം. ഒരുപാട് ബോട്ടുകളുണ്ട്. പിന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബോട്ടിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള ഹൗസ് ബോട്ടിങ്ങും. പിന്നെ ബോട്ടിങ്ങിൽ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ 11 മണിക്ക് വരണം കേട്ടോ. അതാണ് 11 മണി ഒരു 10 മണിക്കൊക്കെ വരികയാണെങ്കിൽ വൈകുന്നേരം 5 മണി വരെ ബോട്ടിലിരിക്കാം. ഉച്ചയ്ക്കുള്ള ഫുഡ്, വെൽക്കം ഡ്രിങ്ക്, ഉച്ചയ്ക്കുള്ള ഫുഡ്, പിന്നെ ഈവനിങ് സ്നാക്സ്, ഇത് എത്രയും തരും കേട്ടോ ബോട്ടിൽ നിന്ന്. പിന്നെ നേരം വെൽക്കോളുണ്ട്. ഞാൻ പറഞ്ഞത് വൈകുന്നേരം വരെ ഉള്ളതാണ് ഒന്നുകൂടി ബെറ്റർ. രാത്രിയിൽ പിന്നെ അവർ ഇവിടെ കരക്കി കൊണ്ട് കെട്ടിയിടുകയാണല്ലോ ചെയ്യുക. പിന്നെ രസമാണ് പാട്ടൊക്കെ വെച്ച്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെയായിരുന്നു. പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസൊക്കെ കളിച്ച് 3 വർഷം മുന്നേ കേട്ടോ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിൽ പോകുന്നവർക്ക് എല്ലാവരും അവിടെ അതിൻ്റെ ഉള്ളിൽ കേട്ടോ. ആ ബോട്ടാണ് കേട്ടോ നമ്മൾ 2ാമത്തെ ബോട്ട്. എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്.
ചെരുപ്പുള്ളിലിട്ട് വെക്കരുത്. ചെരുപ്പ് ഊരിടണം. ചെരുപ്പൊക്കെ ഊരിടണം. ബോട്ടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ചെരുപ്പൊക്കെ നമ്മളിവിടെ ഊരിടണം കേട്ടോ. അല്ലേ മോളെ? ഹായ് പറഞ്ഞേ. ഹായ് കണ്ണ, കണ്ണന് ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. മേളി സ്ഥലം കുറവാണല്ലോ. ഹായ് കടലാണ്, അതാണ് ഹായ് പറയാൻ കുറച്ച് താമസം. അത് കുറവാ അമ്മ. അപ്പൊ ബോട്ടിന്റെ ഒരു റൂമിൽ നമ്മളെ അമ്മമാരെല്ലാരും ഉണ്ട് കേട്ടോ. ഇവരെ മെയിനായി നമ്മുടെ യാത്രയുടെ മെയിൻ ഉദ്ദേശം തന്നെ ഇതായിരുന്നു കേട്ടോ. അമ്മമാരൊക്കെ ബോട്ടും കായലും ഒക്കെ കാണിക്കുക, ട്രിപ്പ് കാണിക്കുക അല്ലേ. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലോ അല്ലേ അമ്മ? ഇഷ്ടപ്പെട്ടോ? കേട്ടില്ലല്ലോ. ഞാൻ മൂന്നാമതായിട്ടാ. ഞങ്ങളൊരു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പൊ അടിപൊളി റൂമൊക്കെ ഉണ്ട്. ഇവർക്ക് റെസ്റ്റ് എടുക്കാം അല്ലേ, ഉറങ്ങണമെങ്കിൽ ഉറങ്ങാൻ, ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാനല്ല, എല്ലാരും ഇവിടെ ഡാൻസ് കളിക്കാൻ വന്നല്ലേ. ബാത്റൂം ഉണ്ട് കണ്ടോ, പൊന്നൂസ് അല്ലൂസൊക്കെ റെഡിയാണ് ഡാൻസ് കളിക്കാൻ പാട്ടിട്ടിട്ട്. നമ്മൾ പോവാൻ തുടങ്ങാൻ കേട്ടോ. അതല്ല മാറി വന്നു വേറെ. കയറുന്ന ഫോട്ടോ എടുക്കാം. ഫോട്ടോ കോഴി ബോട്ട് കടലിറക്കി തരൂടാ ഫോട്ടോ എടുക്കാൻ. അവിടെ നിന്ന് തരുമോ? നമുക്ക് ഓടിക്കാൻ തന്നെ തരും. ആ നമുക്ക് ഓടിക്കാം. ഓയ് ബോട്ടുണ്ടോ? അച്ചാച്ചനും അമ്മയും ബോട്ടും വെള്ളമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. ആദ്യമായിട്ടല്ല അമ്മ അച്ചാച്ചി. നമ്മള് ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ. ചേട്ടൻ നമ്മുടെ കരയ്ക്ക് കെട്ടിട്ടുള്ള ബോട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞാവൊക്കെ തന്നെ മുകളിൽ കയറിക്കണ്ടേ. കുഞ്ഞാവ, പൊന്നു എല്ലാരും. അങ്ങനെ ബോട്ടിങ്ങിലുള്ള യാത്ര നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോണ വഴിക്കൊക്കെ വേറെയും ഒരുപാട് വലുതും ചെറുതും അതിലും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബോട്ടുകളൊക്കെ കണ്ടു. അപ്പോൾ എല്ലാവരും ഓരോരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കര എന്നല്ല, കെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ മലാവിയിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് പോയപ്പോഴേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടെ കൂടിയിട്ടൊരു യാത്ര പോകണം എന്നുള്ളത്. അപ്പോൾ അതേതായാലും ഈ ഒരു ആലപ്പുഴ ട്രിപ്പിൽ അത് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടും എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റി. കുറേ പേർക്ക് പോരാൻ പറ്റാത്തതുണ്ട്, അതായത് എല്ലാവർക്കും സിറ്റുവേഷൻ ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അച്ചാച്ചൻ ഇവിടെ തണ്ണിമത്തം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തണ്ണിമത്തം മുറിച്ച് എല്ലാവർക്കും ഓരോ കഷ്ണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ തണ്ണിമത്തം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണ്ണിമത്തനുണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ വട്ടയപ്പുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വത്തക്കൊക്കെ കഴിക്കാൻ കേട്ടോ. ഇവിടുന്ന് വത്തക്കല്ല, നമ്മൾ മേടിച്ചോണ്ട് വത്തക്കയാണ്. വത്തക്ക എന്ന് നമ്മുടെ നാട്ടിൽ പറയും, ശരിക്കും തണ്ണിമത്തൻ. ഞങ്ങൾ മലപ്പുറംകാർ കൂടുതലും വത്തക്ക എന്നാട്ട് പറയും. വത്തക്കുണ്ട്, വട്ടയപ്പുണ്ട് അല്ലേ? വത്തക്കല്ല, തണ്ണിമത്തനാണ് ഇവിടെ ഒരാൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളിവിടെ മാത്രം വത്തക്കാന്ന് പറയുന്നു. ഞങ്ങളിവിടെ ബോട്ടൊന്ന് നിർത്തിയിട്ട് ഇവിടുന്ന് കുറച്ച് ചെമ്മീൻ വാങ്ങാൻ വന്നതാട്ട്. നല്ല ഫ്രഷ് ചെമ്മീൻ. ഓ വലിയ ചെമ്മീനാണല്ലോ. വലിയ ചെമ്മീൻ.
അല്ലേ ചെമ്മീനില്ലേ കണ്ടോ കൊഞ്ചല്ലത് കൊഞ്ച് ചെമ്മീനൊന്നല്ലേ? ആണോ? നല്ല വലിപ്പമുണ്ട് കേട്ടോ. കായൽ കൊഞ്ച്, കൂന്തള് അല്ലേ? ഇവിടെയൊക്കെ വന്നാൽ നല്ല അടിപൊളി ഫ്രഷ് മീനുകളൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിലൊന്നും അത്രയ്ക്ക് ഫ്രഷ് ആവില്ല. നൈസിട്ടുണ്ട് അതൊക്കെ. മീൻ പിടിച്ച് നിൽക്കുന്ന തെച്ചല്ല തേജു ആളും വേണം. അപ്പോൾ ഈ ബോട്ടിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളൂ ജസ്റ്റ്. ഈ ഒരു സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. സെയിം പ്ലേസ്, സെയിം സ്ഥലത്ത് നിന്നിട്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു മെമ്മറിയാണ് കേട്ടോ. 3 വർഷം മുന്നേ. ആലപ്പുഴയിലെന്നും ഈ ബോട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഉത്സവം തന്നെയാണ് കേട്ടോ. ഉത്സവം എന്ന് വെച്ചാൽ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരിക, ബോട്ടിങ്ങിന് പോവുക, അതൊക്കെയാണ് കേട്ടോ ആൾക്കാരുടെ ഒരു എന്താ പറയുക രസമാണത്. ശരിക്കും ഒരു വട്ടമെങ്കിലും ഹൗസ് ബോട്ടിൽ പോകുന്നതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. രസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഫാമിലീനെ എല്ലാവരെയും കൊണ്ട് ഇതേപോലെ ബോട്ടിങ്ങിന് വരണം എന്നൊക്കെ വിചാരിച്ചാൽ മലാവിയിലെ നിന്നപ്പോൾ ഉള്ളൊരാഗ്രഹമായിരുന്നു. പലതരം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള പലതരം ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും കൂടെ മീൻ വാങ്ങാൻ വന്നതാണ് കേട്ടോ. പച്ച ഞങ്ങളൊരു കരുക്കൊക്കെ വെട്ടി കുടിക്കാൻ പോകണേ. അപ്പൊ നമ്മുടെ ഫാമിലി ടൂറിലെ ഫസ്റ്റത്തെ ഡാൻസ് കുഞ്ഞാവ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു കേട്ടോ. ഡാൻസ് കളിക്കുമ്പോ കുഞ്ഞുമാ നമ്മളിപ്പോൾ ഇട്ട വീഡിയോൻ്റെ ഒക്കെ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടാണ് ഇട്ടത്. ഇല്ലെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പാട്ടൊക്കെ കുറച്ച് സ്പീഡിൽ, ഡാൻസും കുറച്ച് സ്പീഡിലായിട്ട് തോന്നണത്.
ഈ കളിച്ച ഡാൻസൊക്കെ ഞങ്ങൾ പണിഷ്മെൻ്റ് ആയിട്ട് ഡാൻസ് കളിച്ചതാണ് കേട്ടോ. ഞങ്ങൾ അന്താക്ഷരി കളിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പാടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓരോ പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഞാനും അരുണേട്ടനും ഏട്ടനും ഏഴത്തിമ്മയും കൂടെയുള്ള ഡാൻസാണ് കഴിഞ്ഞത്. ഇതിപ്പോൾ ചേച്ചി ഇപ്പോൾ തിരുവാതിര കളിക്കാൻ പോകുന്നത് ചേച്ചിക്ക് പണിഷ്മെൻറ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ തിരുവാതിര നമുക്ക് കണ്ടിട്ട് വരാം. അതെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് റെഡി ഉണ്ട്. അടിപൊളി കരിമീൻ ഫ്രൈ, ചോറ്, സലാഡ്, ചിക്കൻ കറി, മോര് കറി, തോരൻ, രണ്ട് ടൈപ്പ് തോരൻ, ഒരു ഉപ്പേരിയും ഒരു തോരനും, സാമ്പാർ, പിന്നെ വിഭവസമൃദ്ധമായ ആലപ്പുഴ സദ്യ. ഇങ്ങനെ പറയാം, സദ്യ നോൺ വെജ് ആലപ്പുഴ ചിക്കൻ കറി. അതിലൊക്കെ എനിക്ക് ഏറ്റവും അത്ഭുതം ഉണ്ടായോ, JCB ഒന്നും ഇല്ലാത്ത കാലത്ത് ഇത്രയും സ്ഥലത്ത് ഈ ബണ്ട് നിർമ്മിച്ച് ആദ്യത്തെ വണ്ടി അമ്പാടിന്റെ ഫോട്ടോ എടുത്തോ? ഫോട്ടോ പിടിക്കണേ. അച്ഛനവാടി ഒരു ഫോട്ടോ അച്ഛനവാടി അങ്ങനെ നമ്മള് ഹൗസ് ബോട്ട് ഓടിക്കാനാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റിലാണ്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കുറച്ച് വ്യൂസ് എടുക്കാം. ചുണ്ടിലെന്റെ അരുമ സഹിത നഗര കാന്തിയോ ആലപ്പുഴ വരുമ്പോൾ കാണുന്ന പ്രധാന കാഴ്ച ഇവിടെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കുഞ്ഞു വള്ളങ്ങളുണ്ടാവും കേട്ടോ അവർക്ക് പോകാൻ വേണ്ടി. നല്ല കുട്ടനാടൻ പാടശേഖരങ്ങളാണ്.
നമുക്ക് ഇതിനകത്ത് വിഷയമുണ്ട്. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോകാത്ഭുതം എന്ന് തന്നെ പറയാം. കാരണം സീ ലെവലിനേക്കാളും താഴ്ന്ന് വെള്ളമില്ലാത്തൊരു സ്ഥലം, കരഭൂമി നിൽക്കുന്നത് ഈ കുട്ടനാടായിരിക്കും. ഇതാണ് ബണ്ടുകൾ എന്ന് പറയുന്നത്. ഇതിനാണ് ബണ്ടെന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ബണ്ട് പൊട്ടി എന്നൊക്കെ കേൾക്കാറില്ലേ? അപ്പോൾ ഇതാണ് ശരിക്കും ഈ ബണ്ട് എന്ന് പറയുന്നത്. ഇത് പൊട്ടിക്കഴിഞ്ഞാലാണ് ഇവിടുന്ന് കായലിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് തള്ളിച്ചെല്ലും. ആണോ? ആ പുറകെ നിൽക്കുന്ന പാടല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്വന്തം പാടം കേട്ടോ. നമ്മുടെ മാമനാണിത്. മാമനൊക്കെ ബോട്ട് നിർമ്മാണം പരിപാടികളൊക്കെയാണ്. അപ്പം ഇത് പുള്ളല്ല കേട്ടോ. ഇത് കണ്ടിട്ട് ഭയങ്കര എന്താ പണക്കാരാണെന്ന് വിചാരിക്കരുത് നമ്മള്. ഇതിലൊരു പാടം. വിജയ് ചേട്ടാ അവിടെ നോക്കോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഫാമിലി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നല്ല അടിപൊളി ഫുഡും പിന്നെ ഈവനിങ് സ്നാക്സ് ഒക്കെ, നല്ല ചൂട് പഴംപൊരി, ചായ. ഞങ്ങൾ വീട്ടിലിട്ടൊന്നും ഓർമ്മയില്ല, ചായ കിട്ടിയപ്പോൾ വേഗം കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി നന്നായി പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് കുറച്ച് അന്താക്ഷരിയൊക്കെ കളിച്ച് അതിന് കുറേ പണിഷ്മെൻ്റായിട്ട് ഡാൻസ് ഫുഡും കളിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് ഇന്നത്തെ ഒരു ദിവസം പോയി. ഞങ്ങൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഫാമിലി ആയിട്ട് വീണ്ടും ഇങ്ങനെ ആലപ്പുഴയിൽ തന്നെ ബോട്ടിങ്ങിന് പോകണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നടന്നു. ഇപ്പോൾ ഏകദേശം 5 മണിയായി, 5:05. അപ്പോൾ 5 മണി വരെ ഉള്ളു ബോട്ട്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്താനായിട്ടുണ്ട്. മറ്റേ